ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഓഗസ്റ്റ് 9 തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ കറണ്ട് അഫയർ നോക്കാം. ദ ഇന്ത്യൻ സ്പോർട്സ്മാൻ ഹു വോൺ സിൽവർ മെഡൽ ഇൻ മെൻസ് ജാവലിൻ ത്രോ ഇൻ പാരീസ് ഒളിമ്പിക്സ് 2024. അതായത് 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ സിൽവർ മെഡൽ നേടിയ ഇന്ത്യൻ സ്പോർട്സ് താരം ആരാണ്? ആൻസർ നീരജ് ചോപ്ര. നീരജ് ചോപ്രയ്ക്കാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ മെൻസ് ജാവലിൻ ത്രോയിൽ സിൽവർ മെഡൽ നേടിയത്. നെക്സ്റ്റ്, ഇന്ത്യൻ ടീം ദാറ്റ് വോൺ സെക്കൻഡ് സക്സസീവ് ബ്രോൺസ് മെഡൽ അറ്റ് ഒളിമ്പിക് ഗെയിം ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 52 ഇയേഴ്സ്. അതായത് അടുത്തടുത്ത 2 ഒളിമ്പിക്സുകളിലായിട്ട് ഏത് ഇന്ത്യൻ ടീമിനാണ് മെഡൽ ലഭിച്ചത്? 52 വർഷങ്ങൾക്ക് ശേഷം അടുത്തടുത്ത 2 ഒളിമ്പിക്സ് ഗെയിമിലായിട്ട് ഒരു ഇന്ത്യൻ ടീമിന് ബ്രോൺസ് മെഡൽ ലഭിക്കുകയുണ്ടായി. അത് ഏത് ടീമാണ്? അത് ഇന്ത്യൻ മെൻസ് ഹോക്കി ടീമിനാണ് ഈ ഒരു മെഡൽ ലഭിച്ചത്. അതായത് 1980 നമുക്ക് ഇന്ത്യൻ ടീമിന് ഹോക്കിയിൽ ഒരു മെഡൽ ലഭിക്കുന്നത്. അതിനുശേഷം കഴിഞ്ഞ ഒളിമ്പിക്സിൽ, അതായത് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന് ബ്രോൺസ് മെഡൽ ലഭിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് ഈ വർഷമാണ്, 2024 പാരീസ് ഒളിമ്പിക്സ്. ആ ഒരു വർഷത്തിലും ഇന്ത്യൻ ഹോക്കി ടീമിന് ബ്രോൺസ് മെഡൽ ലഭിച്ചു. അപ്പോൾ 52 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അടുത്തടുത്ത 2 വർഷങ്ങളിലായിട്ട്, അടുത്തടുത്ത 2 ഒളിമ്പിക്സ് ഗെയിമുകളിലായിട്ട് ഇന്ത്യൻ ഹോക്കി ടീമിന് ബ്രോൺസ് മെഡൽ ലഭിക്കുകയുണ്ടായി. അപ്പൊ ഇത്തവണത്തെ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ട് വന്നത് ഹർമൻപ്രീത് സിംഗ് ആണ്. അപ്പൊ ഹർമൻപ്രീത് സിംഗ് ആണ് 2024 ഒളിമ്പിക്സ് ഗെയിമിൽ ഇന്ത്യക്ക് ബ്രോൺസ് മെഡൽ ലഭിച്ചപ്പോൾ ഇന്ത്യൻ മെൻസ് ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായിട്ടിരുന്നത് ഹർമൻപ്രീത് സിംഗ്. ഓക്കെ. 1980 ഹോക്കി ടീമിന് മെഡൽ ലഭിച്ച സമയത്ത് ഇന്ത്യയുടെ ക്യാപ്റ്റൻ വി ഭാസ്കരൻ ആയിരുന്നു. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കാം. നെക്സ്റ്റ് വരുന്നത്, ഈ ഒരു ഇന്ത്യൻ ഹോക്കി ടീമിൽ മലയാളി ആയിട്ടുള്ള ഒരു താരം ഗോൾ കീപ്പറായിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പറായിട്ട് പാരീസ് ഒളിമ്പിക്സ് 2024 ഉണ്ടായിരുന്ന മലയാളി താരം ആരാണ്? അദ്ദേഹം PR ശ്രീജേഷ് ആണ്. കഴിഞ്ഞ ഒളിമ്പിക്സിൽ, അതായത് ടോക്കിയോ ഒളിമ്പിക്സിലും ഈ ഒരു താരം നമ്മുടെ ഗോൾ കീപ്പറായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ PR ശ്രീജേഷ് മലയാളി ആയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ ഹോക്കി ടീമിലെ ഗോൾ കീപ്പറാണ്. The Indian hockey goalkeeper of Paris Olympics 2024 from Kerala and 2-time Olympic medalist. Answer PR ശ്രീജേഷ്. അതും ഓർത്തു വയ്ക്കുക. Next, the Indian wrestler who announced her retirement from the sport after she was disqualified from the 50 kilogram category final at the Paris Olympics. അതായത് ഇത്തവണത്തെ ഒളിമ്പിക്സിൽ 50 കിലോഗ്രാം കാറ്റഗറിയിൽ ഡിസ്ക്വാളിഫൈ ആയ ഒരു ഇന്ത്യൻ സ്പോർട്സ് താരം അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ റെസ്ലർ അവരുടെ റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തിരുന്നു. അത് വിനേഷ് ഫോഗട്ട് ആണ്. വിനേഷ് ഫോഗട്ട് ഒരു 100 ഗ്രാം, വേണ്ടതിലും 100 ഗ്രാം തൂക്കം കൂടുതലാണെന്ന് കാണിച്ചുകൊണ്ടാണ് ആള് ഡിസ്ക്വാളിഫൈ ആയത്. അപ്പൊ അതിനുശേഷം വിനേഷ് ഫോഗട്ട് റിട്ടയർമെന്റ് അനൗൺസ് ചെയ്യായിരുന്നു. അപ്പൊ 50 കിലോഗ്രാം കാറ്റഗറിയിലാണ് മത്സരിക്കാനിരുന്നത്. പക്ഷെ ഡിസ്ക്വാളിഫൈ ആയതുകൊണ്ട് അതിനുശേഷം അവര് റിട്ടയർമെന്റ് അനൗൺസ് ചെയ്യായിരുന്നു. നെക്സ്റ്റ്, a non-nutritive sweetener that can be used in beverages for adults with type 2 diabetes replacing sucrose. അതായത് ടൈപ്പ് 2 ഡയബറ്റിസ് ഉള്ള മുതിർന്നവർക്ക് സൂക്രോസിനെ റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നോൺ ന്യൂട്രീറ്റീവ് സ്വീറ്റ്നറിന്റെ പേര്. ആൻസർ സുക്രലോസ് എന്നാണ്. സുക്രലോസ് എന്ന് പറയുന്നതാണ് ആ ഒരു നോൺ ന്യൂട്രീറ്റീവ് സ്വീറ്റ്നർ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ബീവറേജസ് ഫോർ അഡൽട്സ് വിത്ത് ടൈപ്പ് 2 ഡയബറ്റിസ് replacing sucrose. Next, Prime Minister of Bangladesh who stepped down from the position and left the country amid mass protests. അതായത് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ശക്തമായ പ്രൊട്ടസ്റ്റ് കാരണം, ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ശക്തമായിട്ടുള്ള എതിർപ്പ് കാരണം ആ ഒരു സ്ഥാനത്തിൽ നിന്ന് ഇറങ്ങി ആ ഒരു രാജ്യം വിട്ടു തന്നെ പോയി. അപ്പൊ ആ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീനയാണ്.
അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഷെയ്ഖ് ഹസീന പോയതിന് ശേഷം അവിടുത്തെ പ്രസിഡന്റ് പുതിയൊരു ഇൻട്രീം ഗവൺമെന്റ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻട്രീം ഗവൺമെന്റിന്റെ ചീഫ് അഡ്വൈസറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ഒരു മുൻ നൊബേൽ പീസ് പ്രൈസ് വിന്നറാണ്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് യൂനസ് എന്നാണ്. അപ്പോൾ നൊബേൽ പീസ് പ്രൈസ് വിന്നർ ഹു സോൺ ഇൻ ആസ് ദ ചീഫ് അഡ്വൈസർ ഓഫ് ദി ഇൻട്രീം ഗവൺമെന്റ് ഇൻ ബംഗ്ലാദേശ്. അപ്പോൾ ഷെയ്ഖ് ഹസീന രാജിവെച്ച് പോയതിനു ശേഷം ഫോം ചെയ്ത ഇൻട്രീം ഗവൺമെന്റിന്റെ ചീഫ് അഡ്വൈസറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത നൊബേൽ പീസ് പ്രൈസ് വിന്നറാണ് മുഹമ്മദ് യൂനസ്. നെക്സ്റ്റ്, അനീമിയ മുക്ത് ഭാരത് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ പറ്റിയാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്ട്രാറ്റജി ഇംപ്ലിമെന്റഡ് ബൈ ഇന്ത്യൻ ഗവൺമെന്റ് ടു റെഡ്യൂസ് അനീമിയ എമംഗ് 6 കീ ഗ്രൂപ്പ്സ്. പ്രധാനപ്പെട്ട ഒരു 6 ഗ്രൂപ്പുകളുടെ ഇടയിൽ അനീമിയെ കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യൻ ഗവൺമെന്റ് തുടങ്ങിയ ഒരു സ്ട്രാറ്റജിയാണ് അനീമിയ മുക്ത് ഭാരത്. അപ്പൊ ഏതൊക്കെയാണ് ആ കീ ഗ്രൂപ്പ്സ്? ഒന്ന്, 6 മുതൽ 59 മാസം പ്രായമുള്ള കുട്ടികൾ. അടുത്തത് 5 മുതൽ 9 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ. പിന്നെ 10 മുതൽ 19 വയസ്സ് വരെയുള്ള അഡോളസെന്റ് സ്റ്റേജിലുള്ള കുട്ടികൾ. പിന്നെ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള വിമൻ. പിന്നെ പ്രഗ്നന്റ് വിമൻ. ലാസ്റ്റ് ലാക്ടേറ്റിംഗ്, അതായത് മുലയൂട്ടുന്ന അമ്മമാര്. അപ്പൊ ഈ ഒരു 6 കാറ്റഗറിക്കാണ് അവർക്ക് അനീമിയ റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അനീമിയ മുക്ത് ഭാരത് എന്ന് പറയുന്ന ഈ ഒരു സ്കീം തുടങ്ങിയിരിക്കുന്നത്. ഇത് ഈ ഒരു 6 ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്ത് ഒരു 6 ഇന്റർവെൻഷൻസിലൂടെ 6 ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസത്തിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ 6x6x സ്ട്രാറ്റജി എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ 6 ഗ്രൂപ്പ്, 6 ഇന്റർവെൻഷൻസ്, 6 ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസിനെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അനീമിയ മുക്ത് ഭാരത് ഒക്കെ എപ്പോഴും, അനീമിയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും കറണ്ട് അഫെയറിൽ റെലവെന്റ് ആണ്. അപ്പോൾ നോട്ട് ചെയ്യുക. Next, the program launched by the Ministry of Textiles in India to enhance the traceability, certification and branding of Indian cotton. അതായത് ഇന്ത്യൻ കോട്ടന്റെ ഒരു ഒതന്റിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ട് അതിന്റെ ട്രേസബിലിറ്റി, സർട്ടിഫിക്കേഷൻ, ബ്രാൻഡിങ് അതൊക്കെ എൻഹാൻസ് ചെയ്യാൻ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. കസ്തൂരി കോട്ടൺ ഭാരത് എന്നാണ് ആ ഒരു പ്രോഗ്രാമിന്റെ പേര്. കസ്തൂരി കോട്ടൺ ഭാരത്. അതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി ടെക്സ്പ്രോസിൽ ആണ്. ടെക്സ്പ്രോസിലിന്റെ ഫുൾ ഫോം വരുന്നത്, ആ ഏജൻസിയുടെ ഫുൾ ഫോം വരുന്നത് ദ കോട്ടൺ ടെക്സ്റ്റൈൽസ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ. ടെക്സ്പ്രോസിൽ എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ എന്നുള്ളതാണ്. അപ്പൊ കസ്തൂരി കോട്ടൺ ഭാരത് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് ഇന്ത്യൻ കോട്ടന്റെ ബ്രാൻഡിങ്ങിനും സർട്ടിഫിക്കേഷനും ട്രേസബിലിറ്റിയും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് വൺ, the framework launched by the Quality Council of India QCI to promote excellence among states, enhancing citizens' quality of life towards a developed India or വികസിത് ഭാരത്. അതായത് ഇന്ത്യനെ ഒരു ഡെവലപ്ഡ് ഇന്ത്യ അല്ലെങ്കിൽ വികസിത് ഭാരത് ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇന്ത്യയിലെ സ്റ്റേറ്റ്സിന്റെ ഇടയിൽ ഒരു എക്സലൻസ് പ്രൊമോട്ട് ചെയ്യുക, പിന്നെ അവിടുത്തെ സിറ്റിസൺസിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു ഫ്രെയിം വർക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് QCI സുരാജ്യ റെക്കഗ്നിഷൻ ആൻഡ് റാങ്കിങ് ഫ്രെയിം വർക്ക് എന്നാണ്. QCI സുരാജ്യ റെക്കഗ്നിഷൻ ആൻഡ് റാങ്കിങ് ഫ്രെയിം വർക്ക്. അപ്പോൾ സിറ്റിസൺസിന്റെ ക്വാളിറ്റി ലൈഫ് ഇംപ്രൂവ് ചെയ്യുക, സ്റ്റേറ്റുകളുടെ ഇടയിൽ എക്സലൻസ് പ്രൊമോട്ട് ചെയ്യുക, അതൊക്കെ ചെയ്തുകൊണ്ട് ഇന്ത്യനെ ഡെവലപ്ഡ് ആക്കുക, അതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഏത് QCI സുരാജ്യ റെക്കഗ്നിഷൻ ആൻഡ് റാങ്കിങ് ഫ്രെയിം വർക്ക്. ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഈ QCI എന്ന് പറയുന്ന സ്ഥാപനമാണ്, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ 4 മേഖലകളിലായിട്ടാണ് ഈ ഒരു ഫ്രെയിം വർക്ക് അവർ മെഷർ ചെയ്യുന്നത്. ഒന്ന് ശിക്ഷ, സ്വാസ്ഥ്യ, സമൃദ്ധി, സുശാസൻ. അതായത് വിദ്യാഭ്യാസം, ആരോഗ്യം, അവിടുത്തെ ഗവേണൻസ്, ആ ഒരു 4 കാറ്റഗറിയിലാണ് അവർ മെയിനായിട്ട് അവിടുത്തെ ഈ ഒരു QCI മെഷർ ചെയ്യുന്നത്. അപ്പം അതൊന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പം ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.